ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, നിങ്ങൾക്കൊരുപാട് പ്രയാസങ്ങൾ തരുന്ന ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണമായും എൻഡ് ആക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു ഹാബിറ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് വേണ്ടാത്ത ഏതോ ഒരു ഹാബിറ്റ് അത് നിങ്ങൾ എൻഡ് ആക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരുന്ന ഏതെങ്കിലും ജോലി പൂർണ്ണമായും എൻഡാക്കി ഒരുപക്ഷെ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വരുന്നതാവാം. അപ്പോൾ നിങ്ങൾ പുതിയൊരു വ്യക്തിയായിട്ട് വരുന്നു എന്നുള്ളതാണ്. പുതിയൊരു തുടക്കമാണ്. മാത്രമല്ല ഇവിടെ പുതിയതായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായും കാണുന്നുണ്ട്. നിങ്ങളിവിടെ പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിലൊക്കെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതെല്ലാം അവസാനിച്ചു പുതിയൊരു മാറ്റത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മേൽ മറ്റാരെങ്കിലും ഇപ്പോൾ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ ആയാലും അല്ലെങ്കിൽ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇത്തരത്തിലുള്ള ഏതു പ്രശ്നമായാലും അതിവിടെ അവസാനിച്ചു എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു വളർച്ചയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഈ സമയം സാമ്പത്തിക പ്രതിസന്ധിയുള്ള ആൾക്കാർ, നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ ഒരു 5 ഓഫ് കപ്സിൻ്റെ ഒക്കെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലെ നെഗറ്റീവ് എനർജിയിൽ ഇരിക്കുന്ന ആളുകൾ, അതായത് കുറേ ആളുകൾ ഇതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ ഇരുന്ന് നിങ്ങളുടെ ഗ്രോത്തിന് ബ്ലോക്ക് ഉണ്ടാക്കാതിരിക്കുക എന്നാണ്. നമ്മളെപ്പോഴും ആ ഒരു പോസിറ്റീവായിട്ടുള്ള മെൻറ്റാലിറ്റിയിൽ ഇരുന്നാൽ മാത്രമേ നമ്മളിലേക്ക് അബണ്ടൻസ് വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു മണി എനർജി എന്ന് പറയുന്നത് ഒരു ഹൈ വൈബ്രേഷണൽ എനർജിയാണ്. അത് അത്രയും നല്ല ഫ്രീക്വൻസിയിൽ ഇരുന്നാൽ മാത്രമേ ആ ഒരു മണി ഫ്രീക്വൻസി നമ്മളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമ്മൾ നഷ്ടബോധത്തിലും വിഷമത്തിലും ഒക്കെ ഇരുന്നാൽ നമുക്കൊരിക്കലും ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റിവിറ്റി സ്വീകരിച്ച് നമ്മളുടെ ജീവിതത്തിലേക്ക് നന്മ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊരു ഫലം വരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ, മാനിഫെസ്റ്റേഷൻസ് ഇതൊക്കെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു അബണ്ടൻസ് കിട്ടുമെന്നാണ്. കാരണം ഇവിടെ 9 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പൈസ വരുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഇവിടെ 2 ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പലതരം പ്രയോറിറ്റികൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. ഇതൊന്നും ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല.
അപ്പോൾ അങ്ങനെ പറ്റാത്തത് കൊണ്ടാണ് ഒരു നിരാശ വന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം വരുന്നതും ചിലപ്പോൾ അതുകൊണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇതിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ മണി ഇഷ്യൂസ് ഉണ്ടാകാം, നിങ്ങളുടെ ജോലി ഉണ്ടാകാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ അത് പറ്റാത്ത ഒരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ 2 സിറ്റുവേഷൻസ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് വളരെ കൂളായിട്ട് നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ കൂളായിട്ടിരിക്കുക, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു കൃത്യമായ പ്ലാനിങ് നിങ്ങൾക്കുണ്ടായിരിക്കും. അത്തരത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിലൊരു സക്സസ് ഉണ്ടാകും എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സേവ് ചെയ്യാനൊക്കെ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സമയം ഒരു സേവിങ്സ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കാരണം ഇവിടെ ഒരു 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഉണ്ട്. അപ്പോൾ സേവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു കാര്യം നിങ്ങളിവിടെ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളിലേക്ക് പൈസ എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് ഈ ഒരു 9 ഓഫ് പെന്റക്കിൾസിൽ കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തൊരു കാര്യത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ നിങ്ങൾ റീസെൻ്റ്ലി നിങ്ങൾ തുടങ്ങിയ ഒരു കാര്യത്തിൽ നിന്ന് ഫലം വരുന്നതാകാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടൊക്കെ വളരെയധികം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഡെത്ത് കാർഡാണ്. മാത്രമല്ല ഇവിടെ 10 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഇതിലും ഒരു എൻഡാണ്. അതായത് ഇതിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്നാണ്. ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആകുന്നു എന്നാണ്. അത്തരത്തിലൊരു എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പ് എൻഡ് ആകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളൊരു അസുഖത്തിൽ നിന്നും റിക്കവറായി പുറത്ത് കടക്കുന്നതാവാം. അപ്പോൾ നിങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു സാഹചര്യം, ഇനി അതിൽ നിങ്ങൾക്ക് ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നിരിക്കാം. അപ്പോൾ അത്രയധികം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. ഇത് ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളെ ഹെറാസ് ചെയ്തിരുന്നതാവാം. തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫ്രീഡം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ ട്രാപ്പിലാക്കി വെച്ചിരുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് അത് അവിടെ നിന്നും നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജിയാണ്. ഈ ഒരു കാര്യം എങ്ങനെ എൻഡ് ആക്കും എന്നൊക്കെ നിങ്ങൾ വിഷമിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ നിന്നും പുറത്ത് കടക്കും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്കൊരു വഴി കാണിക്കുന്ന എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം എൻഡ് ആകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ, അതായത് ഡിലേ ആയി പോയതിന് ശേഷം ഈ സമയം നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഡിലേ ആയി കിടന്ന ചില കാര്യങ്ങളാവാം അത്. അപ്പോൾ അത് നിങ്ങൾ വീണ്ടും ഇവിടെ തുടങ്ങുന്നു എന്നാണ്. അതായത് സ്റ്റക്കായിരുന്ന ഒരു കാര്യത്തിന് ഇവിടെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലാവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാകാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ എന്തോ ഒരു കാര്യം പുതിയതായിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ പേപ്പർ വർക്കൊക്കെ ചെയ്ത് വെച്ചത് സ്റ്റക്കായി പോയിരുന്നുവെങ്കിൽ അതിനൊരു മൂവ്മെൻറ്റ് ഈ സമയം ഉണ്ടാകുമെന്നുള്ളതാണ്. കൂടുതലായിട്ടും ഇതിൽ യാത്രയെ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു സമയം നിങ്ങൾക്ക് മൂവ് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലക്ക് നിങ്ങളുടെ ഭാഗത്ത് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം ഒരു നല്ല കാലത്തിലേക്ക് വരുന്നൊരു സമയം കൂടിയാണ്. നിങ്ങളുടെ ബാഡ് കർമ്മ, അതായത് നിങ്ങളുടെ പൂർവികരോ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലോ ഒക്കെ ചെയ്തു പോയ ആ ഒരു കർമ്മ എൻഡായി തുടങ്ങുന്നതിൻ്റെ ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമായി വരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വിചാരിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അത് നന്മയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്.
അപ്പോൾ നഷ്ടപ്പെട്ടു പോയ അധികാരവും പ്രതാപവും ഒക്കെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജോലിയൊക്കെ ഒരുപക്ഷെ നിങ്ങൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ജോലി അത് ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും ഇടപെടൽ കൊണ്ട് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് തിരിച്ച് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കസേരയിൽ ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് അത്തരത്തിൽ ഒരു ജോലി ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകളാവാം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ ചിലപ്പോൾ പറ്റാതിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വലിയ വിലയുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുകയും അവരത് അക്സെപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമെന്നുള്ളതാണ്. അതായത് അവരത് അക്സെപ്റ്റ് ചെയ്യുകയും മാത്രമല്ല യാതൊരു ഒബ്ജക്ഷനും പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുമെന്നുള്ളതാണ്. ഇതിപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മറ്റുള്ളവർ നിങ്ങളെ അനുസരിക്കുമെന്നുള്ളതാണ്. അതായത് അവർക്ക് നിങ്ങളെ അനുസരിക്കാൻ തോന്നും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരോട് പറഞ്ഞ് അതിന് ഒരു തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അവിടെ അവർ തീർച്ചയായിട്ടും ഒരു വില തരുന്ന എനർജിയാണ്. അപ്പോൾ ഇത് ഇപ്പം ചില സമയങ്ങളിൽ നമുക്ക് എത്ര നല്ല കാര്യം പറഞ്ഞാലും മറ്റുള്ളവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ എന്തു പറഞ്ഞാലും മറ്റുള്ളവരത് അംഗീകരിക്കും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കുകയും നിങ്ങൾ അർഹിക്കുന്ന ആദരവ് നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള വേർഷനിലേക്ക് മാറാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാളും വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ആളായിട്ട് മാറാൻ നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ നിങ്ങളൊരു ലീഡർഷിപ്പ് റോളിലേക്കൊക്കെ വന്നേക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിലൊക്കെ നേതൃത്വം എടുക്കേണ്ടി വന്നേക്കാം. നിങ്ങളുടെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ്ലി ഒരു മാറുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാറ്റിനും ഒരു ക്ലാരിറ്റി കിട്ടുന്നു എന്നും കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ക്യൂൻ ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ കിങ് ഓഫ് വാൺസും ക്യൂൻ ഓഫ് വാൺസും ഒക്കെ വന്നിട്ടുണ്ട്. അതായത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എനർജിയാണ് ഇത്. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞ് നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ച് നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതായത് കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ പിറകിൽ കുറേയധികം ആളുകൾ നിങ്ങളെ ഇവിടെ സഹായിക്കാനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ കുറേ ആൾക്കാരെ നിങ്ങൾ സഹായിക്കേണ്ടതുണ്ട് എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ സമയം ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ മറ്റൊരാളിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നു എങ്കിൽ ഈ സമയം നിങ്ങളുടെ അത്തരം ചിന്തകൾക്കിവിടെ മാറ്റം സംഭവിക്കുന്നുണ്ട്. എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങളിവിടെ ചിന്തിക്കുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങൾ വളരെ സക്സസ്ഫുള്ളി അത് ചെയ്ത് തീർക്കുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷവും ഒരു അഭിമാനവും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും എന്തായാലും അതിനെ നിങ്ങൾക്ക് കൺട്രോളിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും ഈ ഒരു സമയമെന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം പക്ഷേ അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നിലും നിങ്ങൾ ബോധേഡല്ല എന്നുള്ളതാണ്. മുന്നിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് സ്ട്രഗിൾസ് ഒന്നും തന്നെ അത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതെല്ലാം അതിൻ്റേതായ വഴിക്ക് പൊക്കോട്ടെ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ എന്ത് വന്നാലും അത് എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് തോന്നി തുടങ്ങുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്കത് ഉണ്ടെന്നുള്ളതാണ്.
അപ്പോൾ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ എടുത്തു വയ്ക്കാനോ അതോർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കാനോ നിങ്ങളിവിടെ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങളുടെ എനർജി ലെവല് നിങ്ങൾക്ക് സ്റ്റഡി ആയിട്ട് വയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണെന്നും നിങ്ങൾക്കുള്ള ന്യൂനതകൾ എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ സെൽഫ് ടോക്ക് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെയും ഹീല് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ സിൻസിയർ ആയിട്ടുള്ളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഈ ഒരു സമയം വരാൻ സാധ്യതയുമുണ്ട്. പിന്നെ തിരിച്ചു പ്രതിഫലം ആഗ്രഹിക്കാത്ത ചില സഹായങ്ങൾ നിങ്ങൾ ചെയ്യുമെന്നുള്ളതാണ്. അതായത് തിരിച്ചു കിട്ടുന്നതിനേക്കാൾ അങ്ങോട്ട് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. മാത്രമല്ല മറ്റുള്ളവരെ അനുകമ്പയോടുകൂടി കാണാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം മറ്റുള്ളവർ നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആകുമെന്നുള്ളതാണ്. നിങ്ങളെ കാണുമ്പോൾ തന്നെ ഈ ഒരു സമയം പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന തരത്തിൽ ഒരു ലവിങ് എനർജിയിലാണ് ഈ സമയം നിങ്ങളെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് സിമ്പിളായിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ്. മറ്റുള്ളവരെ വളരെ സ്നേഹിക്കാനും അവരെ റെസ്പെക്റ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുകയും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യത്തെ നിങ്ങളിവിടെ മാറ്റിക്കളയുന്നു എന്നുള്ളതാണ്. അതുപോലെ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വളരെയധികം സ്നേഹത്തോടെ വരാനും നല്ല രീതിയിൽ നിങ്ങളോട് സംസാരിക്കാനും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനും ഒക്കെ പറ്റുമെന്നുള്ളതാണ്. ചിലപ്പോൾ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഈ സമയം നിങ്ങളോട് തുറന്നു പറയാനുള്ള സാധ്യതയുമുണ്ട്. അതായത് അവർ ഹൈഡ് ചെയ്തു വെച്ചിരുന്ന ചില കാര്യങ്ങൾ, നിങ്ങളോട് പറയാതിരുന്ന ചില കാര്യങ്ങൾ, അത് നിങ്ങളോട് പറയാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് മാത്രമല്ല, നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്ന് മറ്റുള്ളവർക്കൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ചില ആൾക്കാർ ഇവിടെ എക്സ്പ്രസ് ചെയ്യാതിരുന്ന ആ ഒരു സ്നേഹം ഈ സമയം നിങ്ങളോട് പറയുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലവേഴ്സ് കാർഡും ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 9 ഓഫ് പെന്റക്കിൾസ് ആണ്. ഈ സമയം നിങ്ങളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൈസ വന്നു ചേരുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സമയമാണെന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം പൈസ സംബന്ധമായിട്ട് ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സമയം ആരെങ്കിലും നിങ്ങളെ സഹായിച്ച് അത് നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ വന്നു ചേരുന്നുണ്ട്. ഒന്നുകിൽ ഇത് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ അടയ്ക്കാനുണ്ടാവാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും പൈസ കൊടുക്കേണ്ടതാവാം. അങ്ങനെ എന്തു തന്നെയായാലും ആ പൈസ നിങ്ങളുടെ കൈകളിലെത്തി നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിലേക്കുള്ള കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു സമയമാണ്. ഒന്നുകിൽ വീടോ വാഹനമോ അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതിൻ്റെയൊക്കെ ഒരു പ്ലാനിങ് ആണെന്നുള്ളതാണ്. ചില ആൾക്കാർക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പ്ലാനിങ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ എത്രമാത്രം ക്ഷമയോടെ ഇരുന്നോ ആ ക്ഷമയ്ക്കുള്ളൊരു പ്രതിഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ്. ഇതിൽ നിങ്ങൾ അടുത്തത് എന്താണ് എന്ന് ആലോചിക്കുന്ന ഒരു സമയമാണ് കുറച്ചധികം ആളുകൾക്കും. അപ്പോൾ അത് കെയർഫുള്ളി നിങ്ങൾ ആലോചിക്കുക. മാത്രമല്ല ഇതിലൊരു ട്രാവലൊക്കെ കാണുന്നുണ്ട്. നിങ്ങളൊരു യാത്ര ചെയ്യുന്ന എനർജിയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ സ്റ്റാറാണ്. അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ലക്ക് വരുന്ന ഒരു സമയമാണ്. വീൽ ഓഫ് ഫോർച്യൂണും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യവും പിന്നെ സമൃദ്ധിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കൊടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നാണ്. ഇവിടെ നിങ്ങളൊരു സെലിബ്രിറ്റിയെ പോലെ ഇരിക്കുന്ന ഒരു സമയമാണ്.
ചിലപ്പോൾ കുറേ ആൾക്കാരുടെ ഇടയിൽ നിങ്ങളൊരു സ്റ്റാർ ആയിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളിൽ ഹീലായിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾക്കുള്ള ഉത്തരമൊക്കെ കിട്ടുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ ഇതിൽ ഒരുപക്ഷെ ചില ആളുകൾക്ക് അതിനുള്ള ഉത്തരം ഇതിനോടകം കിട്ടിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്ന എനർജിയാണ്. അതായത് ഇനി മുന്നോട്ട് നിങ്ങളുടെ ഫിനാൻസ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിൽ ആയിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള പൈസ നിങ്ങൾ മാറ്റിവെക്കാൻ ഒരുപക്ഷെ തീരുമാനിക്കുന്നതുമാവാം. നിങ്ങൾക്കുള്ള പൈസ അതെങ്ങനെ ചിലവാക്കാം, അങ്ങനെയൊക്കെ നിങ്ങളിവിടെ ചിന്തിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാനുള്ളൊരു പ്ലാനിങ് ഉണ്ടാവാം. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ എങ്ങനെയാണ് പൈസ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ പേജ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന പുതിയ എന്തെങ്കിലും ന്യൂസ് ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ നിർത്തിയിട്ടിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളിവിടെ റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു വരുന്ന ഒരു എനർജിയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഏതെങ്കിലും കാര്യങ്ങളൊക്കെ അത് ഒരുപക്ഷെ നിങ്ങൾ പൂർത്തിയാക്കാതെ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ ഇവിടെ പൂർത്തിയാക്കണം എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഹീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ പഠിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ട് വേണ്ടാന്ന് വെച്ചതായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് പ്രാർത്ഥനകളൊക്കെ ചെയ്തിരുന്നവർ അത് ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത ആളുകൾ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു പക്ഷേ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ഇവിടെ ലവേഴ്സ് കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ നല്ലൊരു എനർജിയാണ് കാണുന്നത്. അതായത് വളരെ പോസിറ്റീവായിട്ടുള്ള മൂമെൻറ്റ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ അതിവിടെ എൻഡ് ആകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. അതുപോലെ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ഉള്ളവർക്ക് ആ ഒരു സിറ്റുവേഷൻ മാറുന്ന സാഹചര്യമാണ് കാണുന്നത്. ഇതിൽ പാസ്റ്റിൽ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നും ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെയുള്ള ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ നമുക്ക് ലവേഴ്സ് കാർഡിനൊപ്പം 10 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു കാര്യം ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കുറച്ചധികം ആളുകൾ നിരാശയിലിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ്. അപ്പോൾ അവർ അതിൽ നിന്ന് ചേഞ്ച് ആകുന്നു എന്നാണ്. അതായത് കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിച്ചോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളുകൾ, ഇനി എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ, അവരൊന്ന് ഹീലായൊരു എനർജിയാണ്. ചിലപ്പോൾ ഈ ഒരു സമയം വരെയും നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, എപ്പോഴും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ചോദ്യം നമ്മളിലേക്ക് ചോദിക്കുക. അപ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് മാറി നിന്ന് നമ്മളോട് സംസാരിക്കുക. അപ്പോൾ കൃത്യമായിട്ടും നമ്മൾക്ക് എന്തെങ്കിലും ഫോൾട്ട് പറ്റിയിട്ടുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. നമ്മുടെ ജീവിതത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ എത്രത്തോളം നമുക്ക് പങ്കുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു അന്ന് ചെയ്യേണ്ടിയിരുന്നത്, എന്തുകൊണ്ടാണ് ആ സംഭവം അങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഞാൻ തിരുത്തേണ്ടത്, അങ്ങനെയാണ് നിങ്ങൾ സെൽഫ് ടോക്ക് ചെയ്യേണ്ടത്.
ശരിക്കും വേറൊരാൾ നമ്മളോട് ചോദിക്കുന്ന രീതിയിൽ നമ്മൾ തന്നെ സ്വയം ചോദിക്കുക. കാരണം നമ്മളുടെ ന്യൂനതകളും നമ്മുടെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ്സ് വരെ മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് മാത്രമാണ്. അത് വേറെ ആർക്കും മനസ്സിലാകില്ല. ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാകും അല്ലേ? അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഇന്നയാൾക്കാണ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ലോകത്താർക്കും മനസ്സിലാക്കാൻ പറ്റൂല. ലോകത്തൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെയാണ് നമുക്കാണ് നമ്മളെ തിരുത്താൻ പറ്റുന്നത് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല മോട്ടിവേഷൻ നമുക്ക് നമ്മൾ തന്നെ കൊടുക്കുക. അപ്പോൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നു മാറ്റി നിങ്ങൾ ഈ സമയം എന്താണ് ചെയ്യേണ്ടത് എന്ന് മാത്രം ചിന്തിക്കുക. നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളും നിങ്ങളെ നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങളുമൊക്കെ ഇവിടെ മാറി തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വളരെ ധൈര്യത്തോടു കൂടി, നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി ഇവിടെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് വഴിമാറി എത്തുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂണും ഒക്കെ തീർച്ചയായിട്ടും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.